നമ്മുടെ പുതിയ സീരീസിലേക്ക് സ്വാഗതം. ഒരു അധ്യാപകന് നിങ്ങളോട് പറയാനുള്ളത് എന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമുക്കിന്ന്. കഴിഞ്ഞ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ആ പാർട്ട് നിങ്ങളൊന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മുടെ കൂടെ അധ്യാപക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് അൻസിയ മാമാണ്. നമുക്ക് അൻസിയ മാമിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അൻസിയ മാം, താങ്ക് യു. ഓക്കെ മാം, മാമിൻ്റെ പേര് അൻസിയ. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൊന്നും എൻ്റെ റിലേറ്റ് ഇല്ല അല്ലേ? ഓക്കെ മാം, ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. മാമിന് എപ്പം മുതലാണ് ശരിക്കും ഒരു ടീച്ചർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്? ആക്ച്വലി ചെറുപ്പത്തിൽ നമ്മളോടൊരു ആഗ്രഹം ചോദിക്കണം, എന്താവണം എന്നാണ് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ടീച്ചറാവുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്. പക്ഷേ ഭാവിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 3-4 വർഷത്തോളം ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ ലൈഫ് ഫുൾഫിൽ ആവണമെങ്കിൽ എൻ്റെ പാഷനിലേക്ക് പോകണം എന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാരീഡായിട്ട് മോനായി അതിനുശേഷം BEd ചെയ്യാം, ടീച്ചറാവാം എന്നൊരിതിലേക്ക് എത്തിയത്. ഒടുവിൽ ഞാൻ എൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്തു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അല്ലേ, ഇതിനൊരു മോട്ടിവേഷൻ എന്ന് പറയാൻ ഒരു ടീച്ചർ മാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മോട്ടിവേഷൻ എന്ന് പറയാനല്ല, ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ 3 ഗേൾസാണ്, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരിലും കൂടുതൽ സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, കൂടുതൽ എപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റാതെ എപ്പോഴും ഇങ്ങനെ എല്ലാ പ്രോഗ്രാമും ചെയ്ത് നടക്കാൻ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ 3 പേരും നല്ല എന്തെങ്കിലും ഒരു പ്രൊഫഷൻ, ടീച്ചിങ് എന്ന് പറയുന്നത് വൺസ് എ ടീച്ചർ ഈസ് ഓൾവേസ് എ ടീച്ചർ. ഒരിക്കലും ഒരാളെ ടീച്ചറെ എന്ന് ഒരു കുട്ടി വിളിക്കുകയാണെങ്കിൽ ആ കുട്ടി മരിക്കുന്നത് വരെയും അയാളത് ടീച്ചറായിരിക്കും. അപ്പോൾ ആ ഒരു സാധനം, പിന്നെ ഫാമിലിക്ക് ഒരു ടീച്ചർ വേണം എന്നുള്ളൊരു സാധനം, ഓൾറെഡി എൻ്റെ മനസ്സിൽ ടീച്ചർ ആവണം എന്നുള്ളൊരു സാധനം കൊണ്ട് ഒടുക്കം നമ്മൾ അതിലേക്ക് എത്തിച്ചെടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം, ഇത് നമുക്കറിയാം, നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ശരിക്കും ടീച്ചറിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രൊഫഷണൽ, ഒരു ഡോക്ടറാണെങ്കിലും ശരി, ഒരു എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഈവൻ ഒരു നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും അവരെ പോലും നമ്മൾ വാർത്തെടുക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടീച്ചറാണ്. അപ്പം മാമിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇന്ന ടീച്ചർ എന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിച്ചു എന്ന് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഓക്കെ. അപ്പം എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു ടീച്ചർ, അല്ലെങ്കിൽ ഈ പ്രൊഫഷനിലേക്ക് എന്നത് എത്തിച്ച ഒരാൾ എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെ അംഗൻവാടി തൊട്ട് ഡിഗ്രി PG BEd ചെയ്ത സമയം വരെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ടീച്ചർ എന്ന് പറയുന്നത് ബിജു സാർ. എന്നെ UP സ്കൂളിൽ പഠിപ്പിച്ചൊരു ബിജു സാറാണ്. സാറ് ആക്ച്വലി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ടീച്ചർ ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ടീച്ചർ സാറിനെ കണ്ടിട്ട് പഠിക്കാം. എങ്ങനെ നമ്മൾ ഭാവിയിൽ ഒരു ടീച്ചറായ എങ്ങനെ ആവാം എന്ന സാറിനെ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നൊരാളാണ് ബിജു സാർ. ബിജു സാറിനെയാണ് ഞാൻ അങ്ങനെ കരുതുന്നത്. ഓക്കെ, അപ്പം ബിജു സാറാണ് മാമിൻ്റെ ജീവിതത്തിലെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാറ് തന്നെയാണ്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, മാമിന് ഈ ജീവിതത്തിൻ്റെ ഇടയിൽ, അതായത് ടീച്ചിങ് ഫീൽഡിൻ്റെ ഇടയിൽ മാമിന് മറക്കാൻ പറ്റാത്ത, ആസ് എ ടീച്ചർ ആയതിനു ശേഷം മാമിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഞാനിപ്പം നമ്മുടെ സ്കൂളിൽ വന്നത് ഈ വർഷമാണ് ഞാൻ ജോയിൻ ചെയ്ത് 5th എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടാണ് ഞാൻ എന്നെ അസൈൻ ചെയ്യുന്നത്. അപ്പം ഇതിന്ന് ഇത്രയും ദിവസത്തെ 2 മാസം കഴിഞ്ഞു നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഒരു ദിവസം എനിക്ക് ലീവ് എടുക്കേണ്ട, പേഴ്സണൽ ആവശ്യത്തിന് ലീവ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കും, എന്താണ് മിസ് ഇന്നലെ വരാത്തത്? അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പനിയായിരുന്നു. ഓക്കെ, ഞാനതവിടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഒരാൾ, പേര് വേണ്ട, ഓക്കെ, കുട്ടികളിൽ ഒരാൾ ഓടി വന്നിട്ട്, ഒരു ബോയാണ്, പെട്ടെന്ന് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പനിയായിരുന്നു മിസ്സേ, മാറിയോ എന്ന് ചോദിച്ചു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കുട്ടികളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും, എൻ്റെ മോൻ്റെ പ്രായമാണ് ഇവർക്കൊക്കെ, ശരിക്കും അത് എന്നെ ഭയങ്കര ഹാപ്പിയാക്കി ആ ഒരു മൊമെൻറ്റ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മദറിൻ്റെ കെയർ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കൽ പോലും അവരുടെ അടുത്തുനിന്ന് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പോകുന്നു, അവർ ചീത്ത പറയുന്നു, അവരെ കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നതിലുപരി ഒരു സ്നേഹം അവർക്ക് അപ്പം ഞാൻ അറിയാതെ ഞാനത് കൊടുത്തു പോയി എന്നാണ്. അതാണല്ലോ കുട്ടി അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാമിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, തീർച്ചയായും നമ്മളെ മക്കളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ മാമിന് ഇനി പറയാനുള്ള എന്താണ്? ഞാൻ ആസ് എ ടീച്ചർ ആയിക്കൊണ്ടിരിക്കുക, എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിയും, എനിക്ക് ഒരു എയിം ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കളിലൊരു, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നമുക്കൊരു എയിം ഉണ്ടാവുമല്ലോ, അതെന്താണ്? ഇപ്പോൾ കുട്ടികളുടെ എയിം എന്ന് പറയുന്നത്
നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നതാണ് സിമ്പതി എമ്പതി ഒക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മൂല്യച്യുതി എന്ന് പറയാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് കുട്ടികൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അതിൽ നിന്നും എല്ലാ ഇതിലും നമ്മൾ പറയുന്നത് പോലെ ചില കുട്ടികൾ നമ്മൾ നോട്ട് ചെയ്യണം. ചില കുട്ടികൾക്ക് ചിലപ്പം വീട്ടിലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ജീവിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് എമ്പതി ഒന്നും കാണിക്കുന്നത് സിമ്പതി ഒന്നും കാണിക്കാൻ പറ്റാതെ പോകുന്ന അവരുടെ മൈൻഡ് അങ്ങനെയായി പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവരൊന്നുകൂടി കെയർ ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം. ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന്. ഇനിയും നമ്മളിതുപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ഹായ് പറഞ്ഞ് ഹായ്. ഓക്കെ, ബൈ. ഇനി നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് മറ്റൊരു ടീച്ചറുമായിട്ട് അവരുടെ അനുഭവമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ നമസ്കാരം.